ഒരു നായക നടന് വേണ്ട അഭിനയ മികവും ശരീരഭാഷയും. ശരിക്കും ഒരു ഹീറോ മെറ്റീരിയൽ. ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ നവാഗതനായ മനു സ്വരാജ് സംവിധാനം ചെയ്ത പടക്കളം സിനിമ കണ്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് ആ ഒരു നടനെക്കുറിച്ചാണ്. അതെ, സന്ദീപ് പ്രദീപ്. പടക്കളത്തിലെ ജിതിൻ എന്ന കഥാപാത്രം സന്ദീപിൻ്റെ കരിയറിലെ ഒരു ബ്രേക്ക് ആകും എന്ന് തന്നെയാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. ഹ്യൂമറിൽ പേരുകേട്ട സുരാജ് വെഞ്ഞാറമൂടിനും ഷറഫുദ്ദീനുമൊപ്പമുള്ള സന്ദീപിൻ്റെ അഭിനയം മലയാള സിനിമയിലേക്കുള്ള ശക്തമായ ചുവടുവയ്പ്പാണ്. ക്യാമറയുടെ മുൻപിൽ അതീവ സ്വാഭാവികമായി ഒരാളുടെ ഉള്ളിലുണ്ടാവുന്ന ഭാവങ്ങൾ രസകരമായി അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നിടത്താണ് സന്ദീപ് വ്യത്യസ്തനാകുന്നത്. ആദ്യമായി അദ്ദേഹം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് 2002 പുറത്തിറങ്ങിയ അന്താക്ഷരി എന്ന ചിത്രത്തിലൂടെയായിരുന്നു. മുഖ്യ കഥാപാത്രത്തിനൊപ്പം പ്രാധാന്യമുള്ള വേഷം ചെയ്ത് കാർത്തിക് എന്ന കഥാപാത്രം സ്വയം അടയാളപ്പെടുത്തി. പിന്നീടെത്തിയ ഫാലിമി എന്ന ചിത്രത്തിൽ കുടുംബ ബന്ധങ്ങളിലെ ചുരുളുകൾ തുറന്നു കാണിച്ച അഭിനയം തന്നെയായിരുന്നു അഭിനേതാവെന്ന നിലയിൽ സന്ദീപിൻ്റെ ബ്രേക്ക് ത്രൂ. ഹാസ്യത്തിനു പിന്നിലെ വേദനയും ബന്ധങ്ങളിലെ കാഠിന്യവും അതീവ സൂക്ഷ്മതയോടെ എന്നാൽ അത്യന്തം ആഴത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ആ കഥാപാത്രം സിനിമയുടെ ഹൃദയത്തിൽ തൊട്ടു. കഥാപാത്രത്തെ വെറും കോമഡിയായി മാത്രം ഒതുക്കി നിർത്താതെ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സാധാരണ ചെറുപ്പക്കാരുടെ ജീവിതത്തെ സരസമായി വരച്ചിട്ടു. ഈ വർഷത്തെ വിഷു റിലീസായി എത്തി ഹിറ്റടിച്ച ഖാലിദ് റഹ്മാൻ്റെ ആലപ്പുഴ ജിംഖാനയിലാണ് സന്ദീപ് ശരിക്കും വരവറിയിച്ചത്. നെസ്ലൻ, ഗണപതി, ലുക്മാൻ തുടങ്ങിയവരോടൊപ്പം കട്ടയ്ക്ക് ഇടിച്ചു നിന്നു സന്ദീപിൻ്റെ ഷിഫാസ് അഹമ്മദ്. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡെഡിക്കേഷൻ അതിൻ്റെ പരമാവധിയിൽ ചെയ്തു വെച്ചു സന്ദീപ്. ഇപ്പോൾ മീമുകളായും റീൽസുകളായും ആഘോഷിക്കപ്പെടുന്ന പടക്കളത്തിൽ സന്ദീപ് അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞാടി. സിനിമയിലെ ജിതിൻ ദ്വന്ദ്വ വ്യക്തിത്വം അസലായി ചെയ്തു വെച്ചു. ലോലഹൃദയനായ കാമുകനായും ഒന്നിനെയും കൂസാതെ ഇടിച്ചിടുന്ന ഹീറോയായും ജിതിൻ്റെ ആറ്റിറ്റ്യൂഡിലെ മാറ്റവും ട്രാൻസ്ഫോർമേഷനും സന്ദീപിൽ ഭദ്രമായിരുന്നു. കുട്ടികളെയും കുടുംബ പ്രേക്ഷകരെയും ഒരുപോലെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ക്ലീൻ എൻ്റർടൈനറായിരുന്നു പടക്കളം. എല്ലാ ലോജിക്കും മറന്നുവെച്ച് 2 മണിക്കൂർ മലയാളികൾ ചിരിച്ചു കണ്ട സിനിമ. പരകായ പ്രവേശത്തെ പല ജോണറുകളിൽ അവതരിപ്പിച്ചിട്ടുള്ള മലയാളം സിനിമകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, ആയുഷ്കാലം, അനന്തഭദ്രം, ഇതിഹാസ, നൻപകൽ നേരത്ത് മയക്കം. ചിരിപ്പിച്ചും ഞെട്ടിപ്പിച്ചും ത്രില്ലടിപ്പിച്ചും കടന്നുപോയ സിനിമകൾ. ആ കൂട്ടത്തിൽ തീർച്ചയായും പെടുത്താവുന്നതാണ് പടക്കളവും. അതിലെ പരകായ പ്രവേശം ഏറ്റവും മനോഹരമാക്കിയത് സന്ദീപ് തന്നെയാണ്. കിഷ്കിന്ധകാണ്ഡത്തിൻ്റെ സംവിധായകൻ ദിൽജിത്ത് അയ്യത്താൻ്റെ പുതിയ സിനിമയിൽ നായകവേഷത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സന്ദീപിന് മുന്നിലെ സാധ്യതകൾ വിശാലമാണ്.